എന്ത് വേണേലും ചെയ്യുമായിരുന്നു. അവന്മാര് വന്ന് മുത്തശ്ശി അടിച്ചു. മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ, ജാനകിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ, പിന്നെ പ്രീതയ്ക്കോ? പിന്നെ അവർ നിന്നെ പിടിച്ചു വലിച്ച് പുറത്തേക്ക്. ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് എന്തുമാത്രം ഫൈറ്റ് ചെയ്തു അവരോട്. ആൻഡ് മുത്തശ്ശി, ജാനകി ആന്റി, ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു ഗൈസ്. പിന്നെ ആന്റിയുടെ ഒരു ഐഡിയ ഉണ്ടല്ലോ, ബ്രൂമിന്റെ ചൂലിന്റെ, എത്ര മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. ഇറ്റ് ഈസ് അമേസിംഗ്. ഞാൻ പറഞ്ഞു ഒന്നും നിനക്ക് മനസ്സിലാകുന്നില്ലേ? അതോ നീ ഒന്നും കേൾക്കുന്നില്ലെന്നാണോ? നീ ഇതൊന്നും മനസ്സിലാക്ക്. ആ ഗുണ്ടകൾ നമ്മുടെ വീട്ടിനുള്ളിലാ കയറിയത്. എന്ത് വേണേലും സംഭവിക്കായിരുന്നു. ഇന്ന് നമ്മുടെ കൂടെ ഭാഗ്യമുണ്ടായിരുന്നു. ദൈവം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ. ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? എന്ത് കാര്യത്തിലാ നീ ഇതിൽ ഇടപെട്ടത്? നീ തനിച്ചുണ്ടായിരുന്നല്ലോ ആ പെൺകുട്ടിയെ സഹായിക്കാനായിട്ട്. ആരെങ്കിലും നിനക്ക് വിളിക്കായിരുന്നില്ലേ? സഹായത്തിനായി വിളിക്കായിരുന്നില്ലേ? ആരെങ്കിലും ഫോണിൽ വിളിക്കായിരുന്നില്ലേ? പോലീസ് സ്റ്റേഷനിലും വിളിച്ചില്ലല്ലോ. അവിടെയുള്ള ആരെങ്കിലും നിന്നെ സഹായിക്കാൻ വന്നോ? നിനക്കറിയാം അവരെന്താ വരാതിരുന്നെന്ന്. അറിയാം. എല്ലാരും ഭീരുക്കളാണ്, ധൈര്യമില്ലാത്തവരാണ്. അതെ, അവർക്ക് ഭയമാണ്. സ്വന്തം കാര്യത്തേക്കാൾ അവരുടെ കുടുംബത്തെ ഓർത്ത്. ആ ഗുണ്ടകൾ എന്തു ചെയ്യുന്നവരാണ്. അതുകൊണ്ടാ അവർക്ക് ഭയം. അതെ, എന്നാ പിന്നെ എനിക്കൊരു കാര്യം പറഞ്ഞു തരുമോ? നിങ്ങൾക്ക് ഇത്രയ്ക്ക് അങ്ങ് പേടിയായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെട്ടെ? ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുമായിരുന്നല്ലോ. പിന്നെ തന്നെയുമല്ല, നാസിക്കിൽ ഇതുപോലെ ഒരുപാട് പേരെ ഞാൻ നേരെയാക്കിയിട്ടുള്ളതാ. ഇങ്ങനെ ഭീരുവായി ജീവിക്കുന്നതൊക്കെ ഒരു ജീവിതമാണോ സൃഷ്ടി? പിന്നല്ലാതെ ചേച്ചി, നോക്ക് എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും അമ്മമാരായിരുന്നെങ്കിൽ എന്നെ പറ്റി ഓർത്ത് പ്രൗഡ് ആയിരുന്നേനെ. എന്റെ മോൾ എന്തുമാത്രം നല്ല കാര്യ ചെയ്തേ. പിന്നെ ഞാൻ ആ സഹായിച്ച പെൺകുട്ടി അവളും ആരുടെ മകളല്ലേ? പക്ഷെ ഇതൊന്നും അല്ല. നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്ന കേട്ടതൊന്നും ഞാനെന്തോ വലിയ പാപം ചെയ്തിട്ട് നല്ല അമ്മയല്ല. എനിക്ക് എന്റെ മക്കളെ ഓർത്ത് പേടി തന്നെയാ. അതിൽ എന്ത് തെറ്റാ ഉള്ളത്? പിന്നെ ഇതുപോലെ നിന്റെ നാസിക്കൽ നടന്നു കാണും. അതുപോലെ സഹായത്തിനായി വിളിച്ച 10 പേർ വരികയായിരിക്കും. പക്ഷെ ഇത് കൊച്ചിയാണ്. ഇവിടെ സഹായത്തിന് ആരും വരില്ല. തന്നെയല്ല, എല്ലാത്തിനും ഓരോരോ വഴികളുണ്ട്. ഞാൻ പറഞ്ഞത് സഹായിക്കണ്ടെന്നല്ല. പക്ഷെ നീ ആരെയാണ് നേരിടുന്നതെന്നും എന്ത് മാർഗം സ്വീകരിക്കണമെന്നും ആലോചിക്കണം. നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് പോകുമ്പോ ആ ഗുണ്ടകൾ നിന്നെ പിടിച്ച് എന്തെങ്കിലും ചെയ്താ നീ എന്ത് ചെയ്യുമെന്ന്? ലിസൺ, അമ്മ പറയുന്നതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ അവർക്ക് കൊടുത്ത മറുപടി എന്ത് നന്നായിരുന്നു. ഇന്ന് ആ സഞ്ജു ശരിക്കും പശ്ചാത്തപിക്കുന്നുണ്ടായിരിക്കും എന്നെ കണ്ടുമുട്ടിയതിന്. നിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ സൃഷ്ടി. നീ എന്താ കരുതിയേ? അവർ നമ്മളെ പേടിച്ച് ഓടിപ്പോയതെന്നോ? അല്ല, അവർ ഗുണ്ടകളാണ്. ഗുണ്ടകൾ അവസരം പാർത്തിരിക്കും. അവർക്ക് അവസരം കിട്ടിയാലുണ്ടല്ലോ, നമ്മളെ നശിപ്പിക്കാതെ പിന്മാറാൻ പോകുന്നില്ല. ചിലപ്പോ നീ ഒറ്റയ്ക്ക് പോകുമ്പോ നിനക്ക് ഊഹിക്കാൻ പോലും ആവില്ല അവർ നിന്നെ എന്ത് ചെയ്യുന്നുള്ള കാര്യം. എന്റെ അമ്മ ഈ ലെക്ചർ ഒന്ന് നിർത്തുവോ? എനിക്കറിയാം എന്നെ കെയർ ചെയ്യാൻ. പിന്നെ നെക്സ്റ്റ് ടൈം അമ്മയുടെ സഹായം ഞങ്ങൾക്ക് വേണ്ട. നീ അതിന് മാത്രം വളർന്നിട്ടില്ല. കുറെ നീളം വെച്ചു എന്നല്ലാതെ തലയ്ക്കകത്ത് ബുദ്ധിയില്ല. കാരണം ഭഗവാൻ മുഴുവൻ ബുദ്ധിയും അമ്മയ്ക്കല്ലേ തന്നത്. എനിവേസ്, അമ്മയുടെ ബുദ്ധിക്ക് എന്റെ അഭിനന്ദനങ്ങൾ. എനിക്ക് ഒന്നും സംസാരിക്കാനില്ല. സൃഷ്ടി, പ്രീത, ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. നീ പറഞ്ഞാ മനസ്സിലാകുമായിരിക്കും. ഞാൻ സംസാരിക്കാം. സോറി. ദീപകിന്റെ ഫോണാണല്ലോ. ദീപക്, സുഖാണോ മോനെ? നിനക്ക് കൊച്ചി താമസിക്കാൻ സ്ഥലം കിട്ടിയോ? എന്തായാലും പറ. രാവിലെ എന്തെങ്കിലും കഴിച്ചോ അതോ ചുറ്റി തിരിയാണോ? എന്റെ അമ്മ, ഞാൻ ആഹാരം കഴിച്ചു. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. സന്തോഷ വാർത്തയോ? കൊച്ചിയിൽ എത്തിയപ്പോ തന്നെ എന്താ സന്തോഷ വാർത്ത? അതേ അമ്മ, അത്ഭുതം സംഭവിച്ചു. ഞാൻ ആദ്യ ദിവസം തന്നെ പ്രീതയെ കണ്ടെത്തി. എന്നിട്ട് എന്താ അമ്മ, കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കൂ. എന്റെയും പ്രീതയുടെയും കല്യാണം. അവൾ അതിന് സമ്മതിച്ചോ? ഇല്ലമ്മേ, അവൾ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അവൾ അതിനെ സമ്മതിക്കുമെന്ന്. അത്രയും നല്ല ആക്ടിംഗ് ആണ് അമ്മയുടെ മോൻ ചെയ്തിരിക്കുന്നത്. അത്രയും നല്ല രീതിയിലാണ് സംസാരിച്ചത്. അവള് ശരിക്കും അതിൽ വീട് കാണും. അമ്മ ഉറപ്പിച്ചോ ഇത് നടന്നിരിക്കുക തന്നെ ചെയ്യും. ഇനി പിടുത്തം മുറുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നീ നല്ല ഒന്നാം തരം ഒരു ആക്ടർ ആണെന്ന കാര്യം എനിക്കറിയാം. നീ വളരെ ചെറുപ്പം മുതലേ ഒരു സ്റ്റാർ ആകണമെന്ന് സ്വപ്നം കണ്ട് നടന്നിരുന്നതല്ലേ? നീ ഇപ്പൊ കൊച്ചിയിലല്ലേ? നിനക്ക് സിനിമയെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? നിന്നെ കാണാനും സുന്ദരനാ, പിന്നെ നല്ലൊരു ആക്ടറും കൂടെയാ. നിനക്ക് വളരെ എളുപ്പം ചാൻസ് കിട്ടും. പിന്നെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഞാനൊരു ഹീറോയുടെ അമ്മയായി തീരണമെന്ന്. പിന്നെ എന്റെ ചുറ്റും ആളുകൾ വന്നിങ്ങനെ സെൽഫി എടുക്കാനായിട്ട് കാത്തു നിൽക്കുന്നത്. നിർത്ത്. അമ്മയുടെ സ്വപ്നം വണ്ടിക്കൊന്ന് ബ്രേക്ക് ഇട്. എനിക്കിനി സിനിമയിൽ അഭിനയിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. എനിക്കിവിടെ ജോലിയും കിട്ടി. എന്താ പറഞ്ഞേ? കൊച്ചിയിലെത്തിയ ഉടനെ നിനക്ക് ജോലി കിട്ടിയെന്നോ? എന്റെ ദൈവമേ, സന്തോഷ വാർത്തയാണല്ലോ. ഒരുപാട് ഹാപ്പി ആയി മോനെ. ശരി അമ്മ, ഞാൻ പറയുന്ന കേക്ക്. എത്രയും പെട്ടെന്ന് ഒരു തിരുമേനെ വിളിച്ച് ഒരു നല്ല മുഹൂർത്തം കുറിച്ച് വെക്ക്. പക്ഷെ മോനെ, പ്രീത ഇതുവരെ സമ്മതിച്ചില്ലല്ലോ. പിന്നെ ഇപ്പോഴേ എന്തിനാ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നത്? അവൾ ഉടനെ ഒന്നും കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഈ കാശൊക്കെ വെറുതെ പോവില്ലേ മോനെ? അങ്ങനെയൊന്നും വരില്ല അമ്മേ. ഞാൻ കളിച്ച നാടകം ഉണ്ടല്ലോ പ്രീത, എനിക്ക് ഒത്തിരി പശ്ചാത്താപമുണ്ട്. അതുകൊണ്ട് നിന്റെ പപ്പയുടെ പേരിലൊരു സ്കോളർഷിപ്പും തുടങ്ങിയിട്ടുണ്ട്. അതായത് സയൻസിൽ ടോപ്പ് ആകുന്ന പെൺകുട്ടിക്ക് 20,000 രൂപ കൊടുക്കുമെന്നൊക്കെ. നിനക്കെന്താ വട്ടായി പോയോ? നീ എന്തിനാ അങ്ങനെ പറയാൻ പോയെ? എന്റെ അമ്മ, ഞാൻ കള്ളം പറഞ്ഞതല്ലേ. ഇതൊക്കെ പ്രീത മനസ്സിലാക്കി വരുമ്പോഴേക്കും ഞങ്ങളുടെ കല്യാണം തന്നെ കഴിഞ്ഞിരിക്കും. കല്യാണം കഴിഞ്ഞ പിന്നെ അമ്മ നോക്കിക്കോ, അവൾ നമ്മുടെ ഈ കൈകൾക്കുള്ളിൽ പിടിയിലായി കഴിയും.
ശരി അമ്മേ, ഞാൻ അമ്മയെ പിന്നെ വിളിക്കാം. ശരി മോനെ. നിക്ക് ഇവള് TV ആക്ട്രസാ. യെസ് അച്ഛമ്മേ. നെക്സ്റ്റ് നോക്ക്. അതെ, നിങ്ങളെല്ലാവരും താഴേക്ക് വിളിക്കുന്നു. തിരുമേനി എത്തിയിട്ടുണ്ട്. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? വീട്ടിലെ പ്രായമായവരെ വിളിക്കുക. Why you are disturbing us? Don't disturb us. അതല്ലേ ഞാൻ മുത്തശ്ശി. എന്റെ ബ്രോ, നീ മുതിർന്ന ആൾക്കാരല്ലേ വിളിക്കുന്നത്. അപ്പൊ നീ എന്റെ ഡാഡിനെ വിളിക്കാം, പിന്നെ മോമിനെ വിളിക്കാം, അതും അല്ലെങ്കിൽ കവിത ആന്റിയെ വിളിക്കാം. പക്ഷെ എന്റെ അച്ഛമ്മേ, മുതിർന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരിക്കലും കൂട്ടാനേ പാടില്ല. അച്ഛമ്മ എന്റെ സെക്സി അച്ഛമ്മയാ. സോറി. പിന്നെ ഒരു കാര്യം കൂടി, ചില ആൾക്കാര് മനസ്സും ബുദ്ധിയും കൊണ്ട് പ്രായമാകാറുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ, രോഹിതേട്ടനെ വിളിച്ചോ. കാരണം ചേട്ടന്റെ ബുദ്ധിക്കും മനസ്സിന് 100 വർഷം പഴക്കമുണ്ട്. അച്ഛമ്മേ, ഈ പ്രായത്തിൽ ആരെങ്കിലും ഇത്രയും സീരിയസ് ആവോ? ഞാൻ ഈ പ്രായത്തിലും എല്ലാ കാര്യങ്ങളും വളരെ ലൈറ്റ്ലി ആണ് കാണുന്നത്. പക്ഷെ രോഹിത് ചേട്ടൻ ആൾറെഡി താഴെയുണ്ട്. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. പ്ലീസ് ഒന്ന് വന്നേ. ശരി, നീ താഴേക്ക് പോ പ്ലീസ്. ഡോണ്ട് ഡിസ്റ്റർബ് us. ഞങ്ങൾ ഒരു പ്രധാന കാര്യം ചെയ്യുക. എന്നാ പിന്നെ ഞാനും കാണട്ടെ ഇവിടെ എന്താ നടക്കുന്നത്. എന്റെ സമീർ, വളരെ പേഴ്സണൽ മാറ്ററാ. നീ വേഗം താഴേക്ക് ചെന്ന് ഒരുക്കങ്ങളൊക്കെ ചെയ്യേ. ഞാൻ Yes, അച്ഛമ്മേ, tell me. Which one you like? ഇതിൽ ആരെയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ അച്ഛമ്മേ, എനിക്കതിനെ കല്യാണം കഴിക്കാൻ വേണ്ടി അല്ല, ജസ്റ്റ് ടൈം പാസ് അല്ലേ. അതെ, പക്ഷേ മുഖശ്രീയെങ്കിലും വേണ്ടേടാ. ഇവരെയൊക്കെ എനിക്ക് ബാഡ് ഗേൾസ് ആയിട്ടാ തോന്നുന്നേ. നോ ക്യാരക്ടർ. That's the point, അച്ഛമ്മേ. I like bad girls. ഇന്നത്തെ കാലത്തുണ്ടല്ലോ, സുന്ദരി പെൺകുട്ടികൾക്ക് അല്പം അഹങ്കാരം കൂടുതലായിരിക്കും. ആ പ്രീതയും സൃഷ്ടിയും ഒഴികെ. അച്ഛമ്മ ഉണ്ടല്ലോ, അച്ഛമ്മ ഇപ്പൊ ആ പഴയ അച്ഛമ്മയൊന്നും അല്ല, ശരിക്കും ചേഞ്ച് ആയിരിക്കാണ്. അച്ഛമ്മ എന്റെ ഫ്രണ്ട് ആയിരുന്നല്ലേ, ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. നീ എന്താ അങ്ങനെ Don't പറയുന്നേ? touch me, അച്ഛമ്മേ. You just love Preeta and you don't love me. അവൾ നല്ലവളാണെന്നല്ലേ പറയൂ. എന്ത് നല്ലവളെന്ന് അച്ഛമ്മേ. അച്ഛമ്മ ഉറപ്പായി അവളെന്തോ ബ്ലാക്ക് മാജിക് ചെയ്തിരിക്കുക. ആദ്യം ചേട്ടന്റെ മന്ത്രം ചെയ്ത് അച്ഛമ്മയുടെ ഫിസിയോട്ട് ഇങ്ങോട്ട് വന്നു. ഇപ്പൊ അവളെ കാണുമ്പോ ഉണ്ടല്ലോ, എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. ഉത്തമം, ഉത്തമം. രോഹിത്തിന്റെ ജാതകം വളരെ നല്ലതാണ്. തുടക്കത്തിൽ വിവാഹയോഗത്തിൽ കുറച്ച് പ്രയാസങ്ങൾ കാണപ്പെടുന്നുണ്ട്. സ്വാമിജി, ഈ ഇൻഫർമേഷൻ തരാൻ അങ്ങ് കുറച്ച് താമസിച്ചു പോയി. അതെ, തടസ്സങ്ങൾ അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷെ കൺഫ്യൂഷൻ ഉണ്ടല്ലോ, താങ്ക് ഗോഡ് അതൊക്കെ മാറിക്കിട്ടി. എല്ലാം മാറിപ്പോയി സ്വാമി, എല്ലാം മാറിപ്പോയി. ആദ്യമൊക്കെ രോഹിതിന് അല്പം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കല്യാണം വേണോ വേണ്ടയോ എന്ന്. പക്ഷെ ദൈവത്തിന്റെ അത്ഭുതം നോക്ക്, എന്റെ മോനിപ്പോ കല്യാണത്തിന് റെഡിയായി. അതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാല്, ഏത് പെൺകുട്ടിയാണോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ പെൺകുട്ടിയെ തന്നെ രോഹിതിനും ഇഷ്ടപ്പെട്ടു. ഇനി ഒരു കാര്യമുണ്ട് സ്വാമിജി, മനുഷ്യൻ എന്തൊക്കെ പദ്ധതി ഇട്ടാലും ജാതകത്തിലുള്ളത് മാത്രമേ സംഭവിക്കൂ. നോക്കൂ, രണ്ടുപേരുടെയും ജാതകത്തിന് പൊരുത്തമുണ്ട്. ഇവരുടെ കുടുംബജീവിതം വളരെ സുഖകരവും സന്തുഷ്ടവുമായിരിക്കും. ഇത് കേൾക്കാനായിരുന്നു സ്വാമിജി എന്റെ കാതുകൾ കൊതിച്ചിരുന്നത് ഇതുവരെ. ചേച്ചി, ഇനി നമുക്ക് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യണം. പാർട്ടികൾ നടത്തണം, ഇൻവിറ്റേഷൻസ് റെഡിയാക്കണം. കാർത്തിക, നീ നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഫോണിൽ വിളിച്ച് ഇൻവൈറ്റ് ചെയ്യേ. എടത്തി, എനിക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കണം, എന്റെ ഹൈ ക്ലാസ് ഫ്രണ്ട്സിന്റെ. ഓ ഗോഡ്, ചേട്ടൻ ഇപ്പോഴും നല്ല ടെൻഷനിലാണല്ലോ. ഈ നടക്കുന്നതൊന്നും ശരിയല്ല. എനിക്കിതെല്ലാം അമ്മയോട് പറഞ്ഞ് ഈ ഭ്രാന്തൊക്കെ നിർത്തിയേ പറ്റൂ. ഞാൻ അമ്മയോട് പറയും എനിക്ക് ഷെർലിനെ കല്യാണം കഴിക്കേ വേണ്ടാന്ന്. അതിനിപ്പോ എന്റെ ഹൃദയത്തിലെ രഹസ്യം വെളിപ്പെടുത്തേണ്ടി വന്നാലും ശരി. ആവശ്യമെങ്കിൽ ഞാൻ എല്ലാവരോടും പറയും ഞാൻ പ്രീതയെ ഇഷ്ടപ്പെടുന്ന കാര്യം. പക്ഷെ ഈ കല്യാണം നടക്കാതിരിക്കാൻ ഞാൻ എന്തെങ്കിലും ഉടനെ ചെയ്തേ തീരൂ. എന്നാലൊരു കാര്യം ചെയ്യാം, ഷേർലിന്റെ മമ്മയെ വിളിച്ച് ജാതകം ചേർന്ന വിവരം ഇപ്പൊ തന്നെ അറിയിക്കാം. ഐ കംപ്ലീറ്റ്ലി ഫോർഗോട്ട്. ഇപ്പൊ തന്നെ വിളിക്കാം. കവിതാന്റി, ആന്റി ഇപ്പൊ ഷെർലിന്റെ അമ്മയെ ഫോൺ ചെയ്യരുത്. മാത്രമല്ല, ജാതകം ചേർന്നു എന്ന വിവരം ഒരു കാരണവശാലും പറയുകയും ചെയ്യരുത്, പ്ലീസ്. ഇല്ല സൃഷ്ടി, നീ തെറ്റായിട്ടാ ചിന്തിക്കുന്നത്. ഒരിക്കലും അല്ല ചേച്ചി, ഞാൻ ടു ദ പോയിന്റ് ശരിയായിട്ട് തന്നെയാ ചിന്തിക്കുന്നത്. ഇത് ഇന്നത്തെ മാത്രം കാര്യമല്ല, തുടക്കം തൊട്ടേ ഇങ്ങനെ തന്നെയാ. എന്തെങ്കിലും ഒരു ടോപ്പിക് ഉണ്ടാക്കി എന്നെ വഴക്ക് പറഞ്ഞോണ്ടേ ഇരിക്കും. എന്നെ ഇങ്ങനെ വഴക്ക് പറയുമ്പോ ഇവർക്ക് എന്താ കിട്ടുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു കാര്യം പറയട്ടെ, അവരുടെ കണ്ണിൽ ഞാൻ വെറും മണ്ടിയായ വിട്ടിയായ ഒരു സ്റ്റുപ്പിഡ് കുട്ടിയാണ്. അമ്മ നിന്നെ വഴക്ക് പറയാറുണ്ട്, അത് നിന്നെ കുറിച്ച് ചിന്തയുള്ളോണ്ടാ. ഇവിടെ വാ, നിന്നോട് ദേഷ്യപ്പെടാറുണ്ട്. കാരണം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാ. റിയലി? അതേ സൃഷ്ടി, അമ്മ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നീ തന്നെ കണ്ടിട്ടില്ലേ, അന്ന് നീ പോലീസ് സ്റ്റേഷനിലായിരുന്നപ്പോ നിനക്ക് വേണ്ടി ഇൻസ്പെക്ടറോട് എന്തുമാത്രം അപേക്ഷിച്ചെന്നറിയോ. പിന്നെ എനിക്കെതിരെ ആ മോഷണക്കുറ്റം ആരോപിച്ചപ്പോ കവിത മാഡത്തിന് തക്കതായ മറുപടി കൊടുത്തില്ലേ. അമ്മയ്ക്ക് ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? കാരണം നമുക്ക് ഒരു പ്രശ്നം വരുന്നതും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്ന ആ ഗുണ്ടകളെയൊക്കെ വരട്ടി അമ്മ നിന്നെ രക്ഷിച്ചില്ലേ. എനിക്ക് ഉറപ്പാ സൃഷ്ടി, അമ്മ ഇത്ര പോലും പ്രിയക്കോ ബുൾബുളിനോ ചെയ്തിട്ടുണ്ടാവില്ല. എന്താ
നിനക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? ചേച്ചി ചേച്ചി ചിന്തിക്കുന്നതൊക്കെ റോങ് ടേണിലാണ് റോങ് ടേൺ. എനിക്ക് ഈ കാര്യം നല്ല ഉറപ്പാണ്. എന്നെ വഴക്ക് പറയുന്നതും ചീത്ത പറയുന്നതും ഒക്കെ അവർക്ക് ഭയങ്കര മനസ്സുഖം കിട്ടുന്ന കാര്യമാണ്. എനിക്കറിയില്ല അവർ എന്തിന്റെ ദേഷ്യം എന്നോട് തീർക്കുന്നതെന്ന്. അപ്പൊ ഇതിന്റെ അർത്ഥം ഞാനും നിന്നെ എന്തെങ്കിലും കാര്യത്തിന് വഴക്ക് പറഞ്ഞാലോ, നിന്റെ ഏതെങ്കിലും രീതി കണ്ട് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചാലോ ഞാനും എന്റെ ഫ്രസ്ട്രേഷൻ നിന്നോട് തീർക്കാണെന്നാണോ? ചേച്ചി പ്ലീസ്, ഞാൻ ചേച്ചിയെ പറ്റി അല്ല സംസാരിക്കുന്നത്, ഞാൻ സരള ദി ഗ്രേറ്റിനെ പറ്റിയാ സംസാരിക്കുന്നത്. ആ പയ്യൻ സഞ്ജു വരുന്നതിന് മുൻപ് ഞാൻ നിന്നോട് ഇത് തന്നെയല്ലേ പറഞ്ഞത്? അവിടെ ഗുണ്ടകളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു നിനക്ക്? അവരും എന്താ പറഞ്ഞത്? അത് തന്നെയല്ലേ. അപ്പൊ പിന്നെ എന്താ തമ്മിൽ വ്യത്യാസം? അല്ല, ചേച്ചിയുടെ കാര്യം വേറെയാ. ചേച്ചിക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം എനിക്കറിയാം ചേച്ചിക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടം എന്നെയാന്ന്. ഡു യു ട്രസ്റ്റ് മീ? ഇത് എന്ത് ചോദ്യ ചേച്ചി? അതൊക്കെ വിട്. ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്താ? നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടോന്ന്? ആ ഉറപ്പ്, ഓഫ് കോഴ്സ്. എന്നാ ശരി, ഞാൻ പറയുന്ന കേക്ക്. അമ്മ ഇന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സുരക്ഷയാണ്. ചേച്ചി, ദിസ് ഇസ് നോട്ട് ഫെയർ. ഓക്കെ, ചില കാര്യങ്ങൾ ശരിയാക്കാനായി എന്നെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യുക. എന്താ വേണ്ടേ? എന്താ ഞാൻ പറയണ്ടേ? വാവ് ചേച്ചി, എന്തൊരു ഗ്രേറ്റ് സ്ത്രീയാണ്. ഓഫ് കോഴ്സ് യു ആർ റൈറ്റ്. നമ്മുടെ സുരക്ഷയെ ആഗ്രഹിക്കുന്നത് ആൻഡ് ഓൾ ദാറ്റ്, നോ വേസ്. ചേച്ചി ഒരു കാര്യം നോട്ടീസ് ചെയ്തോ? ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഈ സ്ത്രീ നമ്മളെ ആദ്യം ഹെൽപ്പ് ചെയ്യും. കാരണം അവർക്ക് നമ്മളെ അത് കഴിഞ്ഞ് വഴക്ക് പറയാനുള്ളതല്ലേ. എനിക്ക് അറിഞ്ഞൂടാ എപ്പോഴും എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന്. ചേച്ചി, ഇങ്ങനെ പാർട്ടി ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. അവരുടെ സൈഡിൽ പോവാനും പറ്റില്ല. അവരുടെ സൈഡിലെങ്ങാണ് പോയിട്ടുണ്ടല്ലോ ഞാൻ ചേച്ചിയോട് ഞാൻ പിണങ്ങും. ഞാൻ ശരിയാണെങ്കിലും ഞാൻ തെറ്റാണെങ്കിലും ചേച്ചി എന്റെ സൈഡിൽ നിന്നേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ അവരോട് പോയി വഴക്കുണ്ടാക്കും. എന്റെ ചേച്ചി ഞാൻ തട്ടിയെടുത്തതിന്. നീ ഒരു കാര്യം ചെയ്യും, നന്നായിട്ട് വിശ്രമിച്ചോ. ഇന്ന് ഫൈറ്റ് മാസ്റ്ററിനെ പോലെ വലിയ തല്ലുണ്ടാക്കിയതല്ലേ. ചേച്ചിക്ക് അറിയോ, അയാളെന്റെ മുടിയിൽ ശക്തിയായി പിടിച്ചു വലിച്ചു. എന്തോ വേദന എടുക്കുന്നു. ഫോൺ അടിക്കുന്നു. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം, ഒരു മിനിറ്റ്. കാർത്തിക, ഞാൻ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷേ എനിക്കിതുവരെ അതിനുള്ള സമയം കിട്ടിയില്ല. പ്രീത, ഐ എം റിയലി വെരി സോറി. ഇടയ്ക്കിടെ ഞാനിങ്ങനെ ശല്യം ചെയ്യുന്നതിന്. പക്ഷെ ഇപ്പോൾ ഒരു അർജന്റ് കാര്യം പറയാനുണ്ട്. നിനക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് വീട് വരെ വരാൻ കഴിയുമോ പ്രീത? ചേട്ടൻ വളരെയധികം ടെൻഷനിലാണ് പ്രീത. പിന്നെ ആരോടും ഒന്നും മിണ്ടുന്നില്ല. പിന്നെ എനിക്ക് ചേട്ടനെ ഈ അവസ്ഥയിൽ കാണാൻ കഴിയില്ല. നീ ഇവിടെ വരെ വന്നാൽ ചിലപ്പോൾ തന്നെ അലട്ടുന്ന പ്രശ്നത്തെ കുറിച്ച് ചേട്ടൻ പറയും. പ്ലീസ് ഒന്ന് വരൂ പ്രീത, എനിക്ക് വേണ്ടി. ശരി, ഞാനിപ്പോ വരാം. നീ ടെൻഷൻ ആവണ്ട. താങ്ക് യു. ഓക്കെ. ഇപ്പോ രോഹിത് സാർ ഇത്രയും ടെൻഷൻ ആവേണ്ട എന്ത് കാര്യം ഉണ്ടായത്? എന്താ രോഹിത്, ഗുരുജി ഇതാ ഗ്രീൻ സിഗ്നൽ നൽകി കഴിഞ്ഞു. ജാതകങ്ങൾ തമ്മിൽ ചേർന്നു. പിന്നെന്താ ഷേർലിന്റെ അമ്മയോട് വിവരം പറയണ്ടെന്ന് പറഞ്ഞേ? കാര്യം ഇതാണ്. എന്താന്ന് വെച്ചാൽ കാര്യം എന്തെന്ന് ഞാൻ പറയാം. നിലവിലെ ഗ്രഹനില പ്രകാരം അടുത്ത രാഹുകാലം വരെ കാര്യങ്ങൾ അത്ര നല്ലതല്ല. അതുകൊണ്ട് ഒരു ശുഭകാര്യവും നമ്മൾ ഈ സമയത്ത് തുടങ്ങി വയ്ക്കരുത്. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ അത് പൂർത്തിയായില്ലെന്നിരിക്കും. അല്ലല്ല, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അർത്ഥം എന്തായാലും നിങ്ങൾ ചെയ്യുന്നതാണ് ശരി. ശരി, എന്ന് ഞാൻ പോട്ടെ. ഞാൻ പറയുന്ന കാര്യം അതല്ല. ഞാൻ അങ്ങ് യാത്ര. ഗിരീഷ്, ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വെക്ക്. അമ്മ, എനിക്ക് പറയാനുള്ള കാര്യം ഒന്ന് കേൾക്ക്. പൊടി വീണു. ഓ, എന്താ ഇത്? എന്ത് പറ്റി? ഒന്ന് നോക്കിക്കേ. എന്താ, എന്ത് പറ്റി? എന്റെ കണ്ണിൽ എന്തോ പൊടി വീണു. ഓ, ഈ വെളിച്ചത്തേക്ക് ഇരിക്കോ, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ എല്ലാവരോടും സത്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ പോലും ആർക്കും താല്പര്യമില്ല. ഹലോ കവിത, ഹൗ ആർ യു? ഹായ് സഞ്ജന, സുഖാണോ നിനക്ക്? പിന്നെ ഷേർലിൻ എന്ത് പറയുന്നു? വി ആർ വെരി ഗുഡ്. നീ ഇന്ന് നിന്റെ വീട്ടിൽ ജോൾസൻ വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാനും ഷെർലിനും ജാതകത്തിന്റെ കാര്യം അറിയാൻ കാത്തിരിക്കുകയാണ്. ഗുരുജി പറഞ്ഞ എന്താണെന്നോ, ഇവരുടെ രണ്ടുപേരുടെ ജോഡി പെർഫെക്റ്റ് ആണ്. ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. അപ്പൊ ഇനി എന്താ, ആഘോഷങ്ങളെല്ലാം തുടങ്ങിക്കോളൂ. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ജാതകം മാച്ചാണെന്ന് കേട്ടോ. ഈ പ്രീത ഇപ്പൊ ഇവിടെ എന്തിനാ വന്നത്? ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ, നോ പ്രോബ്ലം കവിത, ടേക്ക് കെയർ. നീ ഈ സമയത്ത് എന്തിനാ വന്നത് ഇവിടെ? മാഡം, എനിക്കിവിടുന്ന് ഒരു കോള് വന്നിരുന്നു. ഐ മീൻ, എനിക്ക് രോഹിത് സാറിനോട് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അതാ. ഇത് ഒരു മുതലാളിയുടെ വീട്ടിലേക്ക് വരാൻ പറ്റിയ സമയമാണോ? എന്തായാലും നാളെ രാവിലെ സംസാരിക്കാം. അത് നാളെ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് അർജന്റാ. ഇന്ന് ജാതകം നോക്കിയേ ഉള്ളൂ.
ഇന്ന് തന്നെ ഇവൾക്ക് അത്യാവശ്യ കാര്യം സംസാരിക്കണം. ഐ എം ഷുവർ രോഹിത്തിന്റെ ഷേളിന്റെയും ജാതകം ചേർന്ന വിവരം ഇവൾ അറിഞ്ഞിട്ടുണ്ടാവും. സമീർ, നീ ആ കാര്യം ഒന്ന് കോർഡിനേറ്റ് ചെയ്യേ. അയ്യോ, ഇത് പൊട്ടിപ്പോയല്ലേ? ഐ എം സോ സോറി പ്രീത. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് എറിഞ്ഞതേ അല്ല. ഐ ഡിഡ്ന്റ് മീൻ ടു ത്രോ. ഇത് പിടിക്ക്. എനിക്ക് തോന്നുന്നത് സാറിന് ഇത് ധരിക്കണമെന്ന്. വളരെ നന്നായിരിക്കും. പ്രീത, താനിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇതിലൊരു ചോയ്സ് എനിക്ക് വളരെ ബുദ്ധിമുട്ടായേനെ. അത് അത്ര ബുദ്ധിമുട്ടല്ല. താൻ എന്റെ അടുത്തുള്ളപ്പോ ഒന്നും തന്നെ ബുദ്ധിമുട്ടേ അല്ല. ഇനി മതിയാക്ക. എത്ര സമയം ഇങ്ങനെ ജോലി ചെയ്യുന്നേ? കുറച്ചു നേരം വിശ്രമിച്ചോളൂ. അവനവന് വേണ്ടി കുറച്ചു സമയം മാറ്റിവെക്കും. Can I come in? ഞാൻ ഓർമ്മിക്കുമ്പോഴെല്ലാം പ്രീത ശരിക്കും എന്റെ അടുത്തേക്ക് എത്തുകയാണല്ലോ. രോഹിത് സാർ, ഉറപ്പായും സാർ ഷെർലിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നെ കണ്ടപ്പോ ഷെർലിനായി തെറ്റിദ്ധരിച്ചതാ. റിയലി സോറി പ്രീത. സാറിന് എന്താ പറ്റിയത്? വളരെ ദേഷ്യത്തിലാണ്. വീട്ടിലാരോട് സംസാരിക്കുന്നില്ല? ഇല്ല, അങ്ങനെയൊന്നുമില്ല. വീട്ടിലാർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അവര് വിചാരിച്ചിരിക്കുന്നതേ സാർ ബിസിനസിന്റെ എന്തോ കാര്യം ആലോചിച്ച് ടെൻഷനിലാണെന്ന്. പക്ഷെ ശരിക്കുള്ള കാരണം ഇതല്ലേ? സാർ ഇപ്പോ ഷെർലിനെ കുറിച്ച് ആലോചിച്ചിരിക്കായിരുന്നില്ലേ അല്ലേ? എന്തുപറ്റി രോഹിത് സാർ? സാറ് ശരിക്കും സ്ട്രെസ്സിലാണെന്ന് തോന്നുന്നു. എന്ത് കാര്യമാണ് സാറിന് ഇത്രയും ടെൻഷൻ ആക്കുന്നത്? താൻ എന്നോട് ഒരിക്കലും പറഞ്ഞില്ല തനിക്ക് ദീപകിനോടെയുള്ള ഒരു ബന്ധത്തെക്കുറിച്ച്. ദൈവമേ, ദീപകിനെ കുറിച്ച് ഇദ്ദേഹം എങ്ങനെ അറിഞ്ഞു? പ്രീത, താൻ എന്നെ നല്ലൊരു സുഹൃത്തായല്ലേ കാണുന്നത്. എന്നിട്ടും ഇത്ര വലിയൊരു കാര്യം എന്തിനാ മറച്ചു വെച്ചേ? പ്രീത, ഞാൻ തന്നെ എന്റെ വീട്ടിലൊരു അംഗത്തെ പോലെയാ കണ്ടേ. എന്റെ ജീവിതത്തിലെ സത്യങ്ങളെല്ലാം തന്നോട് പറഞ്ഞ ഞാൻ എന്റെ ഹൃദയം അതായത് ഞാൻ തന്നെ നല്ലൊരു സുഹൃത്തായ കണ്ടേ. ആ സൗഹൃദത്തെ ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ലൈഫിൽ ഇത്രയും വലിയൊരു സത്യം എന്നോട് പറയണമെന്ന് തനിക്ക് ഒരിക്കൽ പോലും തോന്നിയില്ലേ? ഇപ്പൊ മനസ്സിലായി. സാറിന് എന്നോടാണ് ദേഷ്യം. രോഹിത് സാർ പറഞ്ഞത് ശരിയാ. ഞാൻ ഇതുവരെ ദീപകിനെ കുറിച്ച് സാറിനോട് പറഞ്ഞിട്ടില്ല. അതെന്താന്ന് വെച്ചാ ആ വിഷയം അവസാനിച്ചതായിട്ടാ ഞാൻ കരുതിയിരുന്നത്. ആ ചാപ്റ്റർ എന്നേക്കുമായി ക്ലോസ് ആയെന്ന് കരുതി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ദീപക് എന്നെ അന്വേഷിച്ച് ഇവിടെ മുംബൈയിലേക്ക് വരുമെന്ന്. ദീപക്കാണ് എന്നെ ഉപേക്ഷിച്ച് പോയത്. പക്ഷെ പിന്നീട് എന്നെ കാണുമ്പോ അവന്റെ പെരുമാറ്റത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു സംഭവം നടന്നതായി ഭാവിച്ചില്ല. പെട്ടെന്ന് അവനെ ഇവിടെ കണ്ടപ്പോ എനിക്കുണ്ടായ ഷോക്ക് സാറിനോട് പറഞ്ഞു തരാൻ കഴിയില്ല. അവനെ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അവന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാനേ കഴിയുന്നില്ല. ദീപക് എന്റെ വീട്ടിലേക്കാ പ്രപ്പോസലുമായിട്ട് വന്നത്. പിന്നെ നടന്നതൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. എത്ര വേഗം മുന്നോട്ട് പോയോ അത്ര വേഗം കാര്യങ്ങൾ നിന്നുപോയി. എന്റെ കഴിഞ്ഞു പോയ ജീവിതത്തിൽ നിന്ന് ഞാൻ എന്നേക്കുമായി മറക്കാൻ ശ്രമിക്കുന്ന ഒരാള് ഇതുപോലെ വീണ്ടും ഒരു കൊടുങ്കാറ്റായി എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്കിപ്പോഴും അറിയില്ല ഞാൻ ഈ പ്രശ്നങ്ങളെയൊക്കെ ഞാൻ ഇനി എങ്ങനെ നേരിടുമെന്ന് പോലും. താൻ ദീപകിനെ പ്രണയിക്കുന്നുണ്ടോ പ്രീത? പ്രീത, ഒരു തവണയെങ്കിലും പറയൂ താൻ ദീപകിനെ പ്രണയിക്കുന്നില്ല എന്ന്. എനിക്കറിയില്ല ശരിക്കും പ്രണയം എന്താണെന്ന്. എനിക്കറിയാവുന്നത് എന്റെ പപ്പയുടെ ഇഷ്ടങ്ങൾ മാത്രമാണ്. എന്നും എപ്പോഴും എന്റെ പപ്പ എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ.
പപ്പ പോയ ശേഷം എന്റെ മനസ്സിലുണ്ടായ വിടവിന്റെ ആഴം എന്താണെന്ന് സാറിനറിയോ? ദീപക്കിനെ എനിക്ക് വേണ്ടി പപ്പയാ സെലക്ട് ചെയ്തത്. ഞങ്ങളുടെ വിവാഹത്തിനായി അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഞാൻ എന്റെ പപ്പയെ ശരിക്കും സ്നേഹിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടതല്ലേ? ദീപക് ആരായാലും അവന്റെ തെറ്റുകളൊക്കെ ക്ഷമിച്ച് അവനെ എന്റെ ലൈഫ് പാർട്ണറായിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യണം സർ. സാർ കേട്ടിട്ടില്ലേ, നമ്മുടെ പാരന്റ്സ് കൂടെ ഇല്ലാത്തപ്പോഴാ നമ്മൾ ശരിക്കും തിരിച്ചറിയുന്നത് അവരുടെ സ്നേഹവും സാമീപ്യവും നമുക്ക് എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത്. അതിനേക്കാൾ മൂല്യമുള്ളതായി മറ്റൊന്നുമില്ല. അവര് മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളായിട്ട് തന്നെ സാധിച്ചു കൊടുക്കണം. അതിലൂടെ നമുക്കെന്നും അവരുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളതുപോലെ തന്നെ തോന്നും. രോഹിത് സാർ എന്തുകൊണ്ടും ഭാഗ്യവാനാ. ഉചിതമായ സമയത്ത് തന്നെ സാർ ആന്റിയുടെ വാക്കുകൾ അംഗീകരിച്ചു. സാർ ഷർലിനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു. മാതാപിതാക്കൾ എന്നും അവരുടെ സന്തോഷം കണ്ടെത്തുന്നത് അവരുടെ കുട്ടികളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സന്തോഷം നശിപ്പിച്ചിട്ട് എന്ത് നേടാനാണ്? അതിനേക്കാൾ പ്രാധാന്യമുള്ളതായിട്ട് മറ്റൊന്നും ഉണ്ടാവില്ല. ഞാനതിൽ സന്തോഷവതിയാണ്. സാറിന്റെ ഈ തീരുമാനം ഈ വീട്ടിൽ എന്തുമാത്രം സന്തോഷം കൊണ്ടുവന്നേ. സാറിന്റെ അമ്മയുടെ സന്തോഷം ആന്റിയുടെ കണ്ണുകളിൽ തിളങ്ങുന്നുണ്ട്, ആ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട്. സാറിന്റെ അച്ഛനും വളരെയധികം എക്സൈറ്റഡ് ആണ്. പിന്നെ മുത്തശ്ശിയും വളരെയധികം സന്തോഷത്തിലാ. ഏത് നേരവും സാറിന്റെയും ഷർലിന്റെയും വിവാഹത്തെ കുറിച്ച് മാത്രമാ സംസാരിക്കുന്നത്. കാലിന്റെ വേദനയെ കുറിച്ച് പോലും മറന്നുപോയി. സാറ് കാരണം ഈ വീട്ടിലെ എല്ലാവരും എത്രയധികം സന്തോഷിക്കുന്നേ. വീടിന് പുതിയൊരു ഉണർവുണ്ടായി. അവനവന്റെ സന്തോഷത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ സാറിന്റെ ഈ തീരുമാനം സാറിന്റെ ജീവിതത്തിനും വളരെയധികം നല്ലതാ. രോഹിത് സാർ, ഞാൻ സാറിനോട് എന്റെ മനസ്സ് നിറഞ്ഞ് നന്ദി പറയാണ്. സാറിന്റെ തീരുമാനത്തിന്, അതിലൂടെ ഈ വീട്ടിലുണ്ടായ സന്തോഷത്തിന്, ആ സന്തോഷത്തിന്റെ ഒരു ഭാഗമാകാൻ എനിക്കും അവസരം ലഭിച്ചതിന്. നമ്മുടെ സൗഹൃദം എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാ. സാർ ഒരു നല്ല മനുഷ്യനാ. എനിക്ക് ഏറ്റവും അധികം വിശ്വാസമുള്ളൊരു സുഹൃത്താ സാറ്. ആ വിശ്വാസം സാർ ഒരിക്കലും തകർക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതെല്ലാം സാറിന് വളരെ കൗതുകമായിട്ട് തോന്നാം. പക്ഷെ സാറിലൂടെ മറ്റു ബന്ധുക്കളെ എനിക്ക് ലഭിച്ചില്ലേ. ഇപ്പൊ കാർത്തിക എന്റെ നല്ലൊരു സുഹൃത്താ. രാഖി ആന്റി എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. പിന്നെ സാറിന്റെ പപ്പ, അദ്ദേഹം എന്നെ സ്വന്തം മോളെ പോലെയാ സ്നേഹിക്കുന്നത്. സാറിനറിയോ ഇവരൊക്കെ എന്തുകൊണ്ടാ എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നതെന്ന്? കാരണം സാർ എന്റെ സുഹൃത്തായതുകൊണ്ട്. അവർക്കറിയാം ഞാൻ പറയുന്നത് സാർ കേൾക്കുമെന്ന്. ഞാൻ പറയുന്നത് കേൾക്കില്ലേ? യുവർ ഫ്രണ്ട്ഷിപ്പ് ഈസ് അലൗഡ് ടു മീ. നമ്മുടെ സൗഹൃദത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഒരിക്കലും ഉണ്ടാകരുത്. ഇൻഫാക്ട് കാലത്തിനൊപ്പം നമ്മുടെ ഈ സുഹൃത്ത് ബന്ധം എന്നും മുന്നോട്ട് പോട്ടെ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് സാറിന്റെ അമ്മയുടെ സ്വപ്നവും ഇത് തന്നെയാണെന്നാണ്. എന്റെ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാ സാറിന്റെയും ഷർലിന്റെയും വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണമെന്നാ. കാരണം എല്ലാവരുടെ സന്തോഷം അത് തന്നെയാണ്. സാറിനറിയില്ല സാർ എത്ര നല്ല മനുഷ്യനാണെന്ന്. അത്രയും നല്ലവനാകുന്നത് ഒരിക്കലും നല്ലതല്ല പ്രീത. അതെന്താ? അല്പം സന്തോഷവും കൂടുതൽ വിഷമവും കിട്ടും. എന്നുവെച്ചാ സുഹൃത്തായിരിക്കുമ്പോ മനസ്സ് പറയുന്നതൊക്കെ എനിക്ക് ചെയ്യാൻ തോന്നും. ഐ മീൻ വേറൊന്നുമല്ല, വിവാഹം കുറച്ചുകൂടി നീട്ടിവെക്കാൻ പ്ലാൻ ഇടുകയായിരുന്നു. അത്രേ ഉള്ളൂ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഹാർട്ട് തരാനുള്ള പ്ലാനായിരുന്നു. അത് വളരെ നല്ലൊരു പ്ലാൻ ആയിരുന്നു. അല്ല, പറഞ്ഞു സമയം പോയി. ഞാൻ പോട്ടെ, സമയം ഒരുപാട് വൈകി. ഓക്കെ. എന്താ? ഞാനും കൂടെ വരട്ടെ? ഐ മീൻ ഞാനും ഗേറ്റിന്റെ അതുവരെ. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയി ഒരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം. അഥവാ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ സാർ ഒരു തവണ പോയി കാർത്തികയോട് സംസാരിക്കാമോ? സാറിനെ ഓർത്ത് വളരെയധികം ടെൻഷനില്ല. അവളെ എന്നെ ഫോൺ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. ശരി. ഗ്രേറ്റ്, താങ്ക് യു. ശരി, ഞാൻ ഇറങ്ങാണേ.
സാറ് സംസാരിക്കണേ, ഉറപ്പല്ലേ? മറക്കരുതേ. ബൈ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? എപ്പോഴും ഇങ്ങനെ എന്റെ കയ്യിലേക്ക് വീണോണ്ടേയിരിക്കും. നീ എന്താ കോൺട്രാക്ട് എടുത്തേക്ക് വേണം ഇങ്ങനെ എപ്പോഴും എന്റെ കൈകളിലേക്ക് വീണോണ്ടേയിരിക്കാവുന്ന? You are right. I am a very stupid girl. ഞാൻ മനസ്സിലാക്കണമായിരുന്നു നീ ശരിക്കും മനുഷ്യരൂപത്തിലുള്ള ചെകുത്താനാണെന്ന്. എന്നിട്ട് ഞാൻ നിന്റെ അടുത്ത് നിന്ന് മനുഷ്യത്വം പ്രതീക്ഷിച്ചു. അതാ എന്റെ തെറ്റ്. ഞാൻ നിന്നെ കുറിച്ച് നല്ലത് വിചാരിച്ച് നല്ലത് പറഞ്ഞ് ഇവിടുന്ന് പോകേണ്ടി വന്നെങ്കിലോ അതിനുള്ള അവസരം നീ ഉണ്ടാക്കിയില്ലല്ലോ. ഇതിനൊക്കെ ചേർത്ത് ഞാൻ നിനക്ക് താങ്ക്സ് പറയാം. ഒരു മിനിറ്റ്. ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും കാരണം ഉണ്ടാവും. Try to understand that. I do understand. It's okay. എനിക്കറിയാം അതിന്റെ കാരണം. നിനക്ക് തോന്നുന്നു ഞാൻ നിന്റെ ഒരു സൈക്കോ ഫാൻ ആണെന്ന്, നിന്നെ പിന്തുടരുകയാണെന്ന്. ആദ്യം നിന്റെ കാറില്, പിന്നെ നിന്റെ വീട്ടില്, നിന്റെ റൂമില്, പിന്നെ വാഷ്റൂമില്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പല തവണ കേട്ട് മടുത്തതാ. ഇനിയും One minute. നിനക്കറിയോ ഈ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് രോഹിത്തേട്ടനും ഷെർലിനൊപ്പം നിന്നെ റെസ്റ്റോറന്റിൽ കണ്ടപ്പോഴേ അങ്ങ് തുടങ്ങിയതാ. യെസ്, ഫാനാന്ന് ആദ്യം കരുതിയതാ. പക്ഷെ അതല്ലാന്ന് പിന്നീട് മനസ്സിലായി. എന്റെ പാവം രോഹിത്തേട്ടനോട് ഓരോന്നോരോന്ന് നീ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് അറിഞ്ഞു. നീ വലിയ മിടുക്കിയല്ലേ? പക്ഷെ നീ ഉണ്ടാക്കിയ ആ പ്ലാനും അങ്ങ് ഫ്ലോപ്പ് ആയി പോയി. യു നോ വാട്ട്, നിന്റെ ഈ അവസ്ഥ കണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. യുനോ, എന്റെ രോഹിത്തേട്ടൻ ഷെർലി ഇഷ്ടപ്പെട്ടു, ഷെർലിനും ഓക്കെ പറഞ്ഞു. നിന്റെ മുഴുവൻ പ്ലാനും പാളിപ്പോയി അല്ലേടി? ആക്ച്വലി നീ ഇങ്ങനെ ചിന്തിക്കുന്നതേ നിന്റെ തെറ്റല്ല. നിന്റെ തലയ്ക്കകത്ത് 2 സ്ക്രൂ ഇങ്ങനെ ഇളകി മാറി തലച്ചോറിന്റെ ഫിറ്റിംഗ് ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നോണ്ടാ നിനക്കൊന്ന് ശരിയായി ചിന്തിക്കാൻ പറ്റാതെ പോകുന്നത്. അല്ലല്ല, നീ ചിന്തിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ അതുണ്ടല്ലോ ഒരു കഴുതിയെ പോലെയാണെന്ന് മാത്രം. നിനക്ക് നാണമില്ലേ ഇത്രയും വളർന്നിട്ടും ഇങ്ങനെ തല തിരിഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്ത് നടക്കാൻ? ഗ്രോ അപ്പ്. പ്രീത, നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ഒരുമിച്ച് വളരാം. യു നോ വാട്ട്, ലൈക്ക് കുട്ടിക്കാലം മുതൽക്ക് നമുക്ക് നോ കുട്ടിക്കാലം വേണ്ട, അല്ലെങ്കിൽ 25 മുതൽ 55 വരെ എത്ര രസമായിരിക്കും. അതെയോ? എന്റെ തലയ്ക്ക് കുഴപ്പമുണ്ടെന്നോ? ഞാൻ ഇനിയും നിന്റെ ഒപ്പം വളരണമെന്നല്ലേ നീ എന്താ പറഞ്ഞേ? അതും 25 മുതൽ 55 വരെ. അതിനേക്കാളും നല്ലത് എന്റെ കഴുത്ത് ഞാൻ തന്നെ ഞെരിച്ചു മരിക്കുന്നതാ. ഈ ആഗ്രഹം ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് നടത്തിയാലോടി. ഞാൻ നിന്റെ കഴുത്ത് ഞെരിച്ച്. എന്തോറ്റി? എന്താ നിർത്തിയത്? എന്റെ കഴുത്തിനടുത്തെത്തിയ നിന്റെ കൈ ചേർത്ത് പിടിക്കാൻ നീ വല്ലാതെ ആഗ്രഹിക്കുന്നു. നിനക്കെന്നെ ഇപ്പൊ ഹഗ് ചെയ്യണോ അല്ലേ? എന്നാ ചെയ്തോ, പേടിക്കണ്ട. എന്റെ ദൈവമേ, ഈ ലവ് ബേർഡ് നിർഭയം പ്രണയിക്കുകയാണല്ലോ. ഇവരുടെ ഈ പ്രണയം വീട്ടിലെല്ലാവരും അറിഞ്ഞാൽ എന്താകും എന്തോ. എന്തോറ്റി? നിനക്കെന്താ ആൻസർ ഒന്നുമില്ലേ? അല്ല, എന്തെങ്കിലും പറയുന്നേ? ഞാൻ നിന്നോട് ഈ ചോദിക്കുന്ന സൈക്കോ, ഐ എം ആസ്കിങ് യു. യു
ആർ എ സൈക്കോ. നീയാ എപ്പോഴും എന്റെ പുറകെ വരുന്നത്. എക്സ്ക്യൂസ് മീ, ഞാൻ നിന്റെ പുറകെയൊന്നും അല്ല നടക്കുന്നത്. എങ്കിൽ പിന്നെ ദേ അവിടെ മുതൽ ഇവിടം വരെ എന്റെ പുറകെ ഇങ്ങനെ നടന്നു വന്നത് ആരാ? നീ മറന്നു പോവാല്ലേ ഇത് എന്റെ വീടാണെന്ന്? എനിക്ക് മുകളിലും താഴെ എവിടെ വേണമെങ്കിലും പോവാം. അതിൽ നിനക്ക് എന്താടി കുഴപ്പം? എന്റെ ദൈവമേ, ഇവന്റെ ഈ ചിരി കണ്ടാലുണ്ടല്ലോ മൂന്ന് വലിച്ചു കീറാൻ തോന്നി. എനിക്ക് തോന്നുന്നു ഇന്ന് നീ വളരെയധികം സംസാരിക്കാനുള്ള മൂഡിലാണെന്ന്. സാരമില്ല, വാ നമുക്ക് സംസാരിക്കാം. നീ നിന്റെ ആ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ സോഫിയ, അവളെ കുറിച്ച് സംസാരിക്കാം. സോഫിയ? ആ സോഫിയ, അവളുടെ പേര് തന്നെ എന്റെ ഡയറക്ടറിൽ നിന്ന് ഔട്ട്. ഇൻഫാക്ട് ഇനി അവൾക്ക് ഒരിക്കലും എന്റെ ലൈഫിൽ എൻട്രി ചെയ്യാനും പറ്റില്ല. ഇത്രയ്ക്ക് സന്തോഷിക്കേണ്ട കിരൺ നമ്പ്യാർ. ഈ സന്തോഷം ഉണ്ടല്ലോ ഏത് നിമിഷവും നഷ്ടപ്പെടാം. നിനക്ക് അത്തരത്തിലുള്ള പെൺകുട്ടികളെ അറിയില്ല. അത്ര വേഗം അവര് നിന്നെ വിട്ടു പോവില്ല. ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ നോ എൻട്രിയിൽ നുഴഞ്ഞു കയറുന്ന സ്വഭാവമുള്ളവരാ. ഞാനൊരു അഡ്വൈസ് തരട്ടെ. രോഹിത് സാറിന്റെ വിവാഹം നടക്കുന്ന അതേ മണ്ഡപത്തിൽ വെച്ച് നീയും സോഫിയ വിവാഹം കഴിക്കേ. അതേനേ, അവള് നിന്റെ ഫാനാ. നീ അവളുടെ മനസ്സ് വിഷമിപ്പിച്ചാലേ അവൾ എല്ലാ കഥകളും പറഞ്ഞ് നിന്റെ സൽപ്പേര് നശിപ്പിക്കും. പിന്നെ നിന്നെ രാജാവായിട്ട് കാണുന്ന നിന്റെ ഫാൻസ് ഉണ്ടല്ലോ, അവരും സോഫിയെ പോലെ നിന്റെ ലൈഫ് വിതൗട്ട് ആയി പോവും. അപ്പൊ നീ ഹീറോയിൽ നിന്ന് സീറോ ആയി പോവും. അപ്പൊ ആളുകൾ പറയും ദേ നോക്ക് നോക്ക് സീറോ പോകുന്നു. എനി ടൈം എപ്പോ വേണമെങ്കിലും കാണാം. പക്ഷെ അതിനു മുൻപേ നീ ചെന്നൊരു സൈക്കാട്രിസ്റ്റിനെ കാണും. ഐ ലവ് യു പ്രീത. പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ നിനക്ക് ഇനി ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. പ്രീത, ഐ പ്രോമിസ്. വിട് ദീപക്. പ്രീത പ്ലീസ്, ഞാൻ പറയുന്ന കേക്ക്. എനിക്ക് ഒരു അവസരം തരും. എനിക്കിതിനെ കുറിച്ച് ആലോചിക്കാൻ സമയം വേണം. സാറിന്റെ അമ്മയുടെ സ്വപ്നവും ഇപ്പൊ എന്റേത് കൂടിയാണ്. സാർ എത്രയും പെട്ടെന്ന് തന്നെ ഷേർലിനെ വിവാഹം കഴിക്കണമെന്നാണ് ഞാനിപ്പോ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാവരുടെ ആഗ്രഹം അത് തന്നെയാണ്. ശരി, ഞാൻ താൻ എന്താണോ പറഞ്ഞ അത് തന്നെ അനുസരിക്കാം. ഞാൻ ഷെർലിനെ വിവാഹം കഴിക്കുന്നതാണ് താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഞാൻ വിവാഹം കഴിക്കാം. താനത് അത്രയ്ക്ക് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ. പ്രീത ബാഗ് വെച്ച് മറന്നല്ലോ. സന്തോഷായി. 2, 3 പാമ്പ് വിഴുങ്ങി താഴെത്തി. എന്നെ എങ്ങനെയാ പാമ്പ് വിഴുങ്ങിയത്? 3 അല്ല 4 വീണത്. 96 നിന്ന് 4 വീണ് ഞാൻ 100-ലെത്തി. ഇതാ 1, 2, 3, 4. ഞാൻ ഗെയിം ജയിച്ചു കഴിഞ്ഞു. എന്റെ ചേച്ചി എന്തിനാ ഇങ്ങനെ കള്ളക്കളി കളിക്കുന്നത്? എപ്പോഴും എന്തിനാ ഇങ്ങനെ ചീറ്റിംഗ് കളി കളിക്കുന്നത്? പോയിക്കോ, ഞാൻ നിന്റെ കൂടെ കളിക്കാനില്ലേ നീ. സൃഷ്ടി, മുത്തശ്ശി. സൃഷ്ടി വാ മോളെ. എന്താ മോളെ കാര്യം? മുത്തശ്ശി, ഞാൻ മുത്തശ്ശിയുടെ മരുമകളെ ഇത്ര പോലും വിശ്വസിക്കുന്നില്ല. എന്നുവെച്ചാ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ മുത്തശ്ശിയെ ഞാൻ വിശ്വസിക്കുന്ന പോലൊന്നും അമ്മ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അയ്യോ സൃഷ്ടി, ആ തെറ്റുമാത്രം ചെയ്യല്ലേ. അവരിവരെക്കാൾ വളരെ ഭേദമാണ്. എല്ലാ കാര്യത്തിലും ചീറ്റിംഗ് ചെയ്യുന്ന ആളാണിത്. ചെറിയ ഗെയിമിൽ പോലും വളരെയധികം ചീറ്റിംഗ് കാണിക്കുന്നു. ഏയ് ജാനകി, നീ മിണ്ടാതിരിക്കേ. എന്റെ പേരക്കുട്ടിയാണ്. നീ ഇടക്കേറി പറയുന്നത് എന്തിനാണ്?